നടിയും മിമിക്സും പിന്നെ ഞാനും. സമ്പൂർണ്ണ സാക്ഷരത നേടിയ നാടാണ് നമ്മുടെ നാട്. ഇപ്പൊ സമ്പൂർണ്ണ മദ്യനിരോധനവും കൂടി വരാൻ പോവുകയാണ്. അത് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്കറിയില്ല. കുടിയന്മാർ ഒരു വിഭാഗമുണ്ടെങ്കിൽ കുടിക്കാത്തവരും ഒരു വിഭാഗമുണ്ട്. തല്ലുകൊള്ളുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ തല്ലുന്നവരും ഒരു വിഭാഗം വേറെയുണ്ട്. വീട് നോക്കുന്നവരുണ്ടെങ്കിൽ വീട് നോക്കാത്തവരുണ്ട്. പകല് കിടന്നുറങ്ങുന്നവരുണ്ട്, ഉറങ്ങാത്തവരുണ്ട്, ആടി നിൽക്കുന്നവരുണ്ട്, പാടി നിൽക്കുന്നവരുണ്ട്, വീണ് കിടക്കുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ഓരോ രസം. ഈ രസം ഒക്കെ കാണാനൊരു രസമാണ്. പക്ഷേ ഇതിനെ മറ്റൊരു രീതിയിലാണ് പണ്ടറിയപ്പെട്ടിരിക്കുന്നത്. മധു നുകരുക, സോമരസം, അങ്ങനെ അതിൽ നിന്നൊക്കെയാണ് മാറി 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 അത് ഈ നമ്മുടെ പാനീയങ്ങളൊക്കെ ആയിട്ട് മാറുന്നു. ലഹരി വസ്തുക്കളായിട്ട് മാറുന്നു, ലഹരി പാനീയങ്ങളായിട്ട് മാറുന്നു. കടലിൽ നിന്ന് ചാരായം ഉണ്ടാക്കുന്നു, ചാരായത്തിൽ നിന്ന് വാറ്റുണ്ടാക്കുന്നു. അങ്ങനെ പല രീതിയിൽ ചാരായം നിർത്തലാക്കി, പിന്നീട് അത് പല നിറത്തിലാക്കി. എന്നാലും ചാരായം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ കള്ള് നിർത്താൻ പോകുന്നു, കള്ളത്തരം പറയാതിരിക്കാനുള്ള പരിപാടികൾ നോക്കുന്നു. കള്ള് നിർത്തുമ്പോൾ തെങ്ങ് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തെങ്ങിൽ നിന്ന് കിട്ടുന്ന ആ കള്ള് ചെത്തി ജീവിക്കുന്ന ഒരുപാട് ചെത്തു തൊഴിലാളികൾ നമുക്കുണ്ട്. അവരുടെ ജീവിതം കട്ടപ്പുക വരാൻ പോകുന്നു. ഷാപ്പ് ജീവനക്കാരുടെ ജീവിതം കട്ടപ്പുകയാണ്. ഷാപ്പിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ജീവിതം കട്ടപ്പുകയാണ്. സമ്പൂർണ്ണ മദ്യനിരോധനം വന്നു കഴിഞ്ഞാൽ ബീവറേജിന്റെ വണ്ടിയിൽ നിന്നും ബീവറേജിലേക്ക് എത്തിക്കുന്ന ലോറിക്കാരുടെ പണി പോയി, അവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ പണി പോയി. ഇതൊക്കെയാണ് ഒരു കുടിയന്റെ ചിന്ത. എത്ര പേരുടെ പണി പോയി. ഇനി ഇതിനു വേണ്ടി സാധനം മേടിക്കുമ്പോൾ ടച്ചിങ്സ് മേടിക്കുന്ന അച്ചാർ കമ്പനിക്കായി, ആ അച്ചാർ കമ്പനി ജോലിയുടെ പെണ്ണുങ്ങൾ, ഇവരെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് ഇത്തരം കുടുംബങ്ങളെ നശിപ്പിച്ചിട്ട് നമുക്ക് നന്നാകണോ എന്ന് ചിന്തിക്കുന്ന കുടിയന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയും ജീവിക്കുന്ന കുടിയന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളത്, കുടി നല്ലതാണ്. അപ്പോൾ കുടിക്കുമ്പോൾ പതിവരുത്, പലരരുത്, പഴമരുത്, പകലരുത്, ഇത് പതിവാക്കരുത്. എന്നെ നീ തോട്ടിക്കല് നാട്ടുകാരെ തെറ്റിദ്ധരിക്കും. നിന്റെ പുറക്കെ ഓടിയാലും കുഴപ്പമില്ലായിരുന്നു. ആൾക്കാര് വിളിക്കുന്നത് കോഴി ഭാസ്കറാന്നല്ലേ. അതെന്താ നീ എന്റെ പീസ് ഊരുന്നേ? ഞാൻ ബില്ലടിക്കാൻ തന്ന കാശ് നിങ്ങൾ എന്ത് ചെയ്ത്? എന്ത് സംഭവിച്ചാവോ? എടി, ഞാൻ കറക്റ്റായിട്ട് ക്യൂവിൽ നിന്ന് പൈസ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അടച്ചതാ. പക്ഷെ അടുത്ത കൗണ്ടറിനകത്തോട്ട് കൈയിട്ട് തിരിച്ചെടുത്തപ്പോഴാ മനസ്സിലായത് അത് KSBയുടെ ക്യൂ അല്ല, ബിവറേജിന്റെ ക്യൂ ആണ്. അപ്പൊ ഞാൻ തന്ന പൈസക്ക് പോയി നിങ്ങൾ കള്ളു കുടിച്ചല്ലേ? അല്ലേലും എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് നിങ്ങൾ കള്ളു കുടിക്കുമായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? എന്റെ പെണ്ണ് കാണാൻ വന്നപ്പോ നിങ്ങൾ മദ്യവെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതപ്പോ ഒരു മനോധൈര്യത്തിന് വേണ്ടി ഒരിച്ചിരി. അപ്പൊ ഇപ്പൊ കുടിക്കുന്നോ? അത് നിന്നോട് ജീവിക്കാനുള്ള മനോധൈര്യത്തിന് വേണ്ടി ഒരിച്ചിരി. ഈശ്വര, ഒരു കുടീനെയാണല്ലോ നീ എനിക്ക് തന്നത്. ഈശ്വര, വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ നിനക്കെനിക്ക് തരാമായിരുന്നില്ലേ? ഓഹോ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ വേറെ ആളെ കല്യാണം കഴിച്ച് നിങ്ങളുടെ മുമ്പിൽ കൂടെ ഞെളിഞ്ഞ് നടക്കും. അപ്പൊ നിങ്ങൾ എന്ത് പറയും? നിന്നോട് ഞാൻ ഒന്നും പറയത്തില്ല, പക്ഷെ ഞാൻ അവനോട് പറയും. എന്ത് പറയുന്നു? താങ്ക്സ് അല്ലയാ, നീയാണ് എന്റെ മൂർത്തി. ഓ, ഇന്ന് വൈകിട്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്ക്. അതെന്നാടി ഞാനും ആലോചിക്കുന്നത്. നിന്റെ ഈ ചില്ലറ വല്ലതും ഉണ്ടോ? എന്തിനാ? വൈകിട്ട് 2 അടിക്കാനാ. കള്ളു കുടിക്കുന്ന കാര്യം ആലോചിക്കാനല്ല പറഞ്ഞത്. വൈകിട്ട് കറണ്ടിന് എന്ത് ചെയ്യും? അവര് ഫ്യൂസ് ഒരുക്കൊണ്ട് പോയില്ലേ? എടി, ഫീസ് ഉണ്ടായിട്ട് എന്താ കാര്യം? എടി, രാവിലെ കറണ്ട് പോകും, ഉച്ചക്കാണെങ്കിൽ കറണ്ട് ഇല്ല, രാത്രിയാകുമ്പോ കറണ്ട് കട്ടും. മഴക്കാറ് കൂടി ആകാശത്ത് കണ്ടാലോ കറണ്ട് മഷിട്ട് നോക്കിയേ കാണത്തില്ല. വെള്ളമില്ലാത്ത കൊണ്ടല്ലേ? വെള്ളമില്ലാത്ത എന്താന്നോ? എടി, മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ട് നാളെ പൊട്ടു എന്ന് പറഞ്ഞ് പേടിച്ച ജനങ്ങള് എല്ലാരും കൂടെ പ്രാർത്ഥിച്ച് മഴ പെയ്യല്ലേ മഴ പെയ്യല്ലേ എന്ന്. ദൈവം പ്രാർത്ഥന കേട്ടു. മഴ പെയ്തില്ല, ഡാമിൽ വെള്ളവും ഇല്ല, നമുക്ക് കറണ്ടും ഇല്ല. അപ്പൊ ഡാമിൽ മഴ പെയ്യാൻ ഇനി എന്ത് ചെയ്യും? അതിന് റിസസിങ്ങനെ നേരിട്ട് കൊണ്ടുവരേണ്ടി വരും. നിങ്ങൾ കറണ്ട് ബില്ല് അടയ്ക്കാത്തതാണ് ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ലാത്തതിന്റെ കാരണം. 500 രൂപയല്ലേ ബില്ലടയ്ക്കാൻ ഞാനങ്ങ് തന്നത്? അത് മുഴുവൻ നിങ്ങൾ കുടിച്ചു തീർത്തോ? കുടിച്ചു. ആകാശം മുഴുവനെ കുടിച്ചു തീർത്തു. ഈ വീട്ടിൽ ഇത്രയും കറണ്ട് ബില്ല് കണ്ടപ്പോ അതിന്റെ ടെൻഷൻ മാറ്റാൻ ഞാൻ കുടിച്ചു തീർത്തു. ഇനിയും കുടിക്കും. അവന്മാരോടുള്ള ദേഷ്യം ഞാൻ എത്ര കുടിച്ചാലും തീരത്തില്ല. അറിയോ നിനക്ക്? അവരോടുള്ള ദേഷ്യം തീർന്നാലും നിങ്ങളുടെ കൂടി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടി, അവന്മാരുടെ ദേഷ്യം എനിക്ക് എങ്ങനെ തീരുമെന്നാ? എടി, കറണ്ട് ചാർജ് അടയ്ക്കാൻ ഒരു ദിവസം 24 hours 24 മണിക്കൂർ വൈകിയപ്പോ അവന്മാരൊന്ന് പീസൂരിക്കൊണ്ട് പോയില്ലേ? 24 മണിക്കൂർ? 1 മണിക്കൂർ നിങ്ങൾ കള്ളു കുടിക്കാൻ വൈകിയാലേ എന്റെ കഴുത്തിലും കാലിലും ഊരിക്കൊണ്ട് പോകൂലേ? അപ്പോഴാ നീ അങ്ങനെ സംസാരിക്കല്ലേ. ഞാൻ ഒരു നല്ല കാര്യം ചെയ്തല്ലേ. എലി, വല്ല കള്ളന്മാരെ കൊണ്ടുവന്നതിനേക്കാളും നല്ലത് ബാങ്കിൽ ലോക്കറിൽ കിടക്കുന്നു. കള്ളു കുടിച്ചാൽ പോരാ നിങ്ങൾ ന്യായം പറയുന്നോ? എടി, ഇന്നത്തോടെ ഞാൻ കുടി നിർത്തി. സത്യം. നിങ്ങൾ കുടി നിർത്തി പറഞ്ഞതും കൊച്ചിയിൽ മെട്രോ വരുന്ന പറഞ്ഞതും ഒരുപോലെ. രണ്ടും പെട്ടെന്ന് നടക്കൂല. നടക്കൂല. നിനക്ക് ഞാൻ ഇപ്പം മനസ്സിലാക്കി തരാം. അപ്പൊ നിങ്ങൾ കുടി നിർത്താൻ പോവാണോ? അല്ല, മെട്രോ ഒരു നോക്കിട്ട് ഞാൻ പോവാ. ആ പോകുന്ന നേരം കൊണ്ട് KSB ചെന്ന് കണക്ഷൻ കിട്ടുമോ നോക്ക്. ശരി, ഇന്നെന്തായാലും അവിടെ ചെന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യം.
പിന്നെ നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ട് ഒറ്റാച്ച് നിൽക്കാനല്ലേ? അത് പണ്ട്. എടി ഇന്ന് അമ്മാരോട് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്റെ പേര് കോഴിഭാസ്കരൻ അല്ല. കാശില്ലേ ഹൗസിൽ ഫ്യൂസില്ല, ഡീസൽ കാശായി വേഗം വായോ. നിങ്ങളുടെ മീറ്റർ റീഡിംഗ് കറക്റ്റ് അല്ല, അതുകൊണ്ടല്ലേ എനിക്ക് ഇത്ര ബില്ലടയ്ക്കേണ്ടി വന്ന. ചേട്ടാ, ചേട്ടന്റെ വീട്ടിൽ ഫാൻ ഉണ്ടോ? ഉണ്ട്. മിക്സി ഉണ്ട്. TV ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്. റേഡിയോ ഉണ്ട്. ടേപ്പ് റെക്കോർഡറോ? ഉണ്ട്. തേപ്പൊട്ടി? ഉണ്ട്. വാഷിംഗ് മെഷീൻ? ഉണ്ടല്ലോ. അത് ശരി. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വീട്ടില്? എടാ, ഗ്യാസിന്റെ വില കൂടിയുണ്ട്, അത് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ചു. ഇത്രയും ഉണ്ട് അവിടെ. എന്നിട്ടാണ് കറണ്ട് ചാർജ് കൂടിയ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കണം അല്ലേ? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടനെ പോലുള്ള ഉപഭോക്താക്കളെ ഈ നാട്ടിലെ കറണ്ടിന്റെ ഉപഭോഗം കുറയ്ക്കാനേ ആത്മാർത്ഥമായിട്ട് ഇവിടെ എന്താ ചെയ്യണേ? അതെന്താ ചെയ്യണേ? ഒന്നും ചെയ്യണില്ല. അങ്ങനെ ചെയ്തിട്ട് മതി ഇനി സമരവും പ്രതിഷേധമൊക്കെ. അതിനുവേണ്ടി മാത്രമല്ല ഞങ്ങൾ പ്രതിഷേധിക്കുന്ന. പിന്നെ എന്തിനാണാവോ പ്രതിഷേധിക്കുന്നേ? എന്തിനാണെന്നാ? തുമ്മിയാൽ പോകുന്നു കറണ്ട്, ആഞ്ഞു ചുമച്ചാലും പോകുന്നു കറണ്ട്. ഇതിനൊരു പ്രതിവിധി എന്താ? കേട്ടിരിക്കാണ്ട് പറയടാ കോന്താ. ചുമ പോകാൻ സിറപ്പുണ്ട്, തുമ്മലിന് മരുന്നുണ്ട്, അത് വാങ്ങിക്കഴിച്ചാൽ നോ പ്രോബ്ലം. കറണ്ടാണേൽ പോകില്ല, ചുമയാണേൽ മാറിയിടും, ഇത് തന്നെ അതിനിന്നൊരു മാർഗം. മുട്ടുന്യായം തട്ടിവിട്ട കേട്ടുകൊണ്ടു നിൽക്കത്തില്ല ഫ്യൂസൂരി, എന്റെ ഫ്യൂസൂരി, വീട്ടിലെ ഫ്യൂസൂരി. കണക്ഷൻ തായോ? പറ്റൂല ചേട്ടാ, പറ്റൂല. ഇന്ന് പോയിട്ട് വീണ്ടും വായോ. നിങ്ങളുടെ അനാസ്ഥക്കെതിരെ ഞങ്ങൾ സമരം ചെയ്യും. എന്റെ പൊന്നു ചേട്ടാ, ഞങ്ങൾ ഇവിടെ ഒരു ദിവസം പണി മുടക്കിയാലേ നിങ്ങൾ ഇവിടെ വന്ന് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയാലേ? ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ കാറ്റത്തും മഴക്കും ഇടിക്കും കറണ്ട് പോയാ നിങ്ങൾ ആരോട് പ്രതിഷേധിക്കും? ഇവിടെ വന്ന് പ്രതിഷേധിക്കും. ഇവിടെ വന്ന് പ്രതിഷേധിക്കോ? അതിനുവേണ്ടിയല്ലേ നിങ്ങളെ ശമ്പളം തന്നെ നിർത്തിയിരുത്തിയേക്കുന്നത്? അതൊക്കെ പോട്ടെ, എന്താണ് ഈ സർചാർജ്? അത് ഞങ്ങൾ സാർമാർക്കുള്ള ചാർജ് ആണ്. കരണ്ടിനോ കാശത് കൂട്ടി, സർചാർജ് എന്ന പേരിൽ വേറെ. രാവിലെയും രാത്രിയും കട്ടായി, അങ്ങനെ പിള്ളേരുടെ പഠനവും കട്ടായി. കരണ്ടിന്റെ ബില്ല് കണ്ട് ഷോക്കായ പൈലി ചേട്ടനപ്പഴേ മെന്റലായി പോയി. കരണ്ടിന്റെ ബില്ല് കണ്ട് ഷോക്കായ പൈലി ഉടനെ ഷോക്ക് വെച്ചാൽ മെന്റലപ്പ മാറും. തട്ടിവിട്ട മുട്ടുന്യായം കേട്ടു ഞാനോ വട്ടനായി ഫ്യൂസൂരി, എന്റെ ഫ്യൂസൂരി, ഹൗസിലെ ഫ്യൂസൂരി. കണക്ഷൻ ആയോ? കറണ്ടില്ല, കിട്ടാൻ വഴിയില്ല, കിട്ടാ തികയില്ല, ആകെ പോക്ക. ഈ കേരളത്തിൽ അന്നും ഇന്നും എന്നും കട്ട് തന്നെ. കട്ടല്ലേ എന്നും കട്ടല്ലേ, അവർ കിട്ടിയെന്നാൽ നമ്മുടെ ഭാഗ്യം. കിട്ടൂല, കട്ട് നിർത്തൂല, അത് പവർ കട്ട് പോലെ സത്യം. എവിടെ പോണം? ചെരുപ്പ് എന്റേതാണ്. എന്റെ ചെരുപ്പാണെന്നത്. ഞാനത് ശ്രദ്ധിച്ചില്ല ചേട്ടാ. അത് നിനക്ക് നോക്കുമ്പോ നിന്റെ ചെരുപ്പ് നോക്കിട്ടുണ്ട് പോകാൻ പാടില്ല. ചേട്ടനിപ്പോ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? എടാ, അറിയാതെ ആണെങ്കിൽ നിന്റെ ചെരുപ്പിട്ടുണ്ട് പോകണം, എന്റെ ചെരുപ്പാണ് ഇട്ടുണ്ട് പോണത്. പ്രാർത്ഥിച്ച് ഞാനിങ്ങനെ പോരുന്നല്ല, പെട്ടെന്ന് അറിയാതെ ഇട്ടുകൊണ്ട് പോകും. അറിയാതെ നിന്റെ ചെരുപ്പിട്ടുണ്ട് പോണം, എന്റെ ചെരുപ്പിൽ ഇട്ടുണ്ട് പോണത്. കള്ള ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളോ കേട്ടോ.
ചേട്ടാ ചേട്ടന്റെ കാലിന്റെ അതേ വിസ്തീർണമാണ് എന്റെ കാലിന്. അതിന് ഞാനെന്ത് വേണം? എന്റെ ചെരുപ്പാണ് നീ എടുത്തോണ്ട് പോണത്. അയ്യേ ഞാനിത് ശ്രദ്ധിച്ചില്ല ചേട്ടാ. മോനെ ഈ കള്ളത്തിലൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് കേട്ടാ. ചെരുപ്പ് കള്ളൻ ഞാൻ നാളെ പണിയെടുത്ത് ജീവിക്കാൻ പാടില്ല. ശബ്ദം പറ്റിപ്പോയി. എന്നാ വിട്ടോന്നേ. ചേട്ടന്റെ മനസ്സിലിപ്പോ ചേട്ടൻ ഇനി എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും വെച്ച് ചേട്ടൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു കള്ളനാന്നുള്ളൊരു ചേട്ടന്റെ മനസ്സിൽ കിടക്കില്ല ഇപ്പൊ. ഉണ്ടാവും. നിന്നെ കണ്ടാ മാറി കിടക്കും. ചേട്ടൻ വേറെ ആരോട് പറയരുത്. നിങ്ങൾ പറഞ്ഞ് ഞാൻ ഇനി കള്ളാന്നല്ല ആൾക്കാർ വിട്ടോ. എന്തോ ഇത് കണ്ടപ്പോ മനസ്സിലായത് നീ ചിലപ്പോ. ചേട്ടാ ക്ഷമിച്ചെന്നൊരു വാക്ക് പറയാതെ എനിക്ക് ഇവിടെ ചേട്ടാ പ്ലീസ്. കുഴപ്പമില്ല ചേട്ടാ പ്ലീസ്. കുഴപ്പമില്ല പ്ലീസ് നിങ്ങൾ ക്ഷമിച്ചെന്ന് പറയാം. കുഴപ്പമില്ല. അറിയാതെ ഒരു അറിയാതെ എന്താ അറിയാതെ എന്തൊരു ഞാൻ ആകപ്പാടപ്പ്. ചേട്ടാ ഒന്ന് ചേട്ടനോടും തോന്നരുത്. കുഴപ്പമില്ല വിട്ടു. ചേട്ടാ പ്ലീസ്. വിട്ടോ. തോന്നരുത്. അയ്യോ ഞാൻ ചേട്ടാ ഞാൻ അറിയാതെ കൈ വെച്ചപ്പോ ഊരി പോകുന്നതാണത്. അറിയാതെ കൈവെക്കുമ്പോഴൊക്കെ എന്താണ് ഊരിപ്പോന്നത്? നീ അറിയാതെ ആദ്യം ചെരുപ്പെടുത്ത്, പിന്നെ മോതിരം വലിച്ചൂരി, പിന്നെ മാല പൊട്ടിച്ച്, ഇതൊക്കെ അറിയാതെ സംഭവിക്കണോ? ചേട്ടനിപ്പോ പറഞ്ഞോണ്ട് ഞാനൊരു കള്ളനാണെന്നല്ലേ? പിന്നെ നീ കള്ളനല്ലേ? ചേട്ടാ സത്യമായിട്ട് ചേട്ടന്റെ ചെരുപ്പ് പോലും ഞാൻ മനഃപൂർവ്വം ഇട്ടതല്ല. ഞാൻ പള്ളിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോന്നപ്പോ അറിയാതെ ഇട്ടുകൊണ്ട് പോകുന്നതാണ്. പിന്നെ അറിയാതെ ഇവിടെ ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത്. കിട്ടോ ചേട്ടൻ എന്നോട് ക്ഷമിച്ചെന്ന് പറയട്ടെ. ക്ഷമിച്ച് ചേട്ടൻ പറയണ്ട. പറഞ്ഞ് പോകട്ടെ. ചേട്ടൻ ഇങ്ങനെ സംശയിക്കണ ഞാൻ നീ എന്തൊരു കഷ്ടമാടാ ഇത്. നോക്കണല്ലോ ആൾക്കാർ ഇപ്പൊ ആരെങ്കിലും കണ്ടുവരോ കേട്ടുവരോ ചെയ്ത് ഇവിടെ തന്നെ കീറല്ലേ ആൾക്കാർ ഇവിടെ തന്നെ അറിയാതെ പൊക്കോ. നീ ഇങ്ങ് വന്നേ. നീ നിന്റെ ചെരുപ്പ് പള്ളിയിൽ മറന്നിട്ടേക്കല്ലേ? നീ ആ ചെരുപ്പിട്ടുണ്ട് പോ, ഇല്ല അതും കൂടെ ഇല്ലാണ്ട് പോവും. ചേട്ടൻ എന്താ പറ്റിയത്? ഞാൻ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോ ചെരുപ്പിട്ടോണ്ട് വരില്ല. അതെന്താണ്? ചെരുപ്പിട്ടോണ്ട് വന്ന് ഇതുപോലെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകില്ലേ? എന്റെ ചെരുപ്പ് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എടാ ഭയങ്കര. അയ്യോ ഷോക്കടിച്ചു തോന്നുന്നു. അയ്യോ അയ്യോ എന്നെ തല്ലി കൊല്ലുന്നേ. അപ്പൊ നിങ്ങക്ക് ഷോക്ക് അടിച്ചതല്ലായിരുന്നോ? ഞാൻ ഇന്ന് രാവിലെ പത്രത്തിൽ വായിച്ചതാ, ടെലിഫോണിൽ നിന്ന് ഒരാൾക്ക് ഷോക്ക് അടിച്ചെന്ന്. ഷോക്കടിച്ചതല്ല കമലു, ഞാൻ ആണിയൊന്ന് ഊരാൻ നോക്കിയതല്ലേ. അയ്യോ ഞാൻ കരുതി ഷോക്ക് അടിച്ചതായിരിക്കും. പണിക്കരേട്ടന് നൊന്തോ? നൊന്തില്ല. ഇത്രയും വലിയ വടി വെച്ചൊരു അടി കിട്ടിയ പിന്നെ നോവാതിരിക്കോ കമലു? ഇത് കൊള്ളാല്ല. നീ എന്താ പുതിയ സാരിയെ കൊടുത്തിട്ട്? അതെ എനിക്കൊന്ന് ബാങ്ക് വരെ പോണം. ബാങ്കിൽ ഇങ്ങനെ അവധിയല്ലേ? ഓ ശരിയാ, ക്ലബിൽ മീറ്റിംഗിന് പോണം. ക്ലബിലെ മീറ്റിംഗ് മറ്റന്നാളത്തേക്ക് മാറ്റി വെച്ചെന്ന് നീ പറഞ്ഞല്ലോ രാവിലെ. പലർക്ക് കടയിൽ നിന്ന് അരി മേടിച്ചില്ല. ഞാനല്ലേ നമ്മുടെ കടയിൽ നിന്ന് അരി കൊണ്ടുവന്നത്. അല്ല വേണ്ട 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 വേണ്ട, നീ ഒന്നും പറയണ്ട. നീ പുതിയൊരു സാരി വാങ്ങിച്ചു, അത് നാട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണം. അതിനു വേണ്ടിയല്ലേ സത്യം പറഞ്ഞാൽ നീ ഒന്ന് പുറത്തോട്ട് പോകുന്നത്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ദൈവമേ, ഒരു പെണ്ണിനെയെങ്കിലും ഈ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം വരുത്തണമേ. ഹലോ, പണിക്കർ ഹിയർ. നീയാണോ? ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ. നമ്മളെയൊക്കെ അങ്ങ് മറന്നല്ലേ. സമയം കിട്ടുമ്പോ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇറങ്ങുന്നേ. സ്നേഹമല്ലേ വലുത്? സ്നേഹമല്ലെന്നാ? ഞാൻ പിന്നെ ഷോക്ക് അടിച്ചു. അയ്യോ അയ്യോ, ഇത് എന്നെ അടി അടിക്കുന്നേ. അപ്പൊ നിങ്ങക്ക് ഷോക്ക് അടിച്ചല്ലേ? ഷോക്ക് അടിച്ചതല്ല, നിന്റെ കൂട്ടുകാരി നാൻസി വിളിച്ചതാ. ഞാൻ പറഞ്ഞത് അവക്ക് അത്ര സുഖിച്ചില്ല. എന്നാ തെറിയാലേ അവള് പറയുന്നേ. അത് കേട്ട് തരിച്ചു പോയതാ ഞാൻ. ഹലോ നാൻസി, അത് നീ കാര്യാക്കണ്ട. പണിക്കരേട്ടന് ഈയിടെ ആയിട്ട് ഇത്തിരി ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാ. നീ വിളിച്ചെന്താ? ആണോ? വെരി നൈസ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ നീ രക്ഷപ്പെട്ടല്ലോ. ചെലവ് ചെയ്യണം കേട്ടോ, ഡോണ്ട് ഫോർഗെറ്റ്. ഓക്കെ, നമുക്ക് ക്ലബിൽ കാണാം. ബൈ. എന്താടി പണിക്കരേട്ടന് നൊന്തോ? ഞാൻ കരുതി ഷോക്ക് അടിച്ചായിരിക്കുമെന്ന്. അതൊക്കെ പോട്ടെ. നാൻസിക്ക് എന്താ ലോട്ടറി അടിച്ച പോലെ ഒരു ഡയലോഗ് പറഞ്ഞ കേട്ട്? ഏകദേശം ലോട്ടറി ഒക്കെ അടിച്ച പോലെയൊക്കെ തന്നെയാ. അവിടെ അമ്മായിയമ്മ ട്രെയിനിൽ നിന്ന് വീണു.
അപ്പൊ തന്നെ നാൻസിക്ക് ചെയിൻ പിടിച്ച് വലിക്കാൻ പാടില്ലായിരുന്നോ? ആ ചെയിൻ പിടിച്ച് വലിച്ചു. എന്നിട്ട് ട്രെയിൻ നിന്നില്ലേടി? ഇല്ല. അങ്ങനെ പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. ട്രെയിനിന്റെ ചെയിൻ പിടിച്ച് വലിച്ചാൽ ഏത് ട്രെയിൻ നിൽക്കും? അതിന് ട്രെയിനിന്റെ ചെയിൻ ആരാ പിടിച്ച് വലിച്ചത്? പിന്നെ അവളുടെ അമ്മായിമ്മയുടെ കഴുത്ത കിടന്ന 10 പവന്റെ ചെയിനാ പിടിച്ച് വലിച്ചത്. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്തുവാ വില? ദൈവമേ, സ്വർണത്തിന് ഇങ്ങനെ വില കൂടി പോയാ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും. എന്നാ പിന്നെ ഞാൻ പുറത്തേക്ക് പോട്ടെ പണിക്കരേട്ടാ. സാരി പ്രദർശിപ്പിക്കാനല്ലേ? അത് പിന്നെ അകത്തേക്ക് പോ. പ്ലീസ് അകത്തേക്ക് പറയും പോലെ കമലകത്തേക്ക് പോയി. ഞാനൊന്ന് ചൂടായി പറഞ്ഞ അവൾ അനുസരിക്കുമല്ലേ? ഇതേതായാലും കൊള്ളാം. എന്നെയാണോ പണിക്കരേട്ട കൊള്ളാന്ന് പറഞ്ഞു? നിന്നെ തന്നെ പറഞ്ഞത് കൊള്ളാന്ന്. ആണോ? പതുക്കെ പറ, കമലു അകത്തുണ്ട്, കേൾക്കും. അയ്യോ കൊച്ചുമാകത്തുണ്ടോ? അയ്യോ എന്നാ ഞാൻ പോവാ. പോകല്ലേ. എന്താ? നീ ഇവിടെ നിക്ക്, നമുക്ക് രണ്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിട്ട് പോവാം. അയ്യോ കൊച്ചു കാണും. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ആണി ഒന്ന് എനിക്ക് പറിച്ചു തരോ? രാവിലെ മുതൽ പറിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ആണോ? വാ, ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണെന്ന്. ആദ്യം ഈ കൈ കൊണ്ട് ഇത് ഇങ്ങനെ പിടിക്കും, എന്നിട്ട് മുറുക്കി എന്ന് വലിച്ചു നോക്കിയേ. പറ്റുന്നില്ലല്ലോ. ഇവിടെ എന്തൊക്കെ വേണ്ടേ? അരി, പഞ്ചസാര, മുളക്, കടല, കപ്പലിന്റെ പയറ്. ഇവിടെ എന്താ വേണ്ടത്? വെളിച്ചെണ്ണ 100 ഗ്രാം വേണോ അതോ നല്ലെണ്ണ 100 ഗ്രാം വേണ്ടത്? ഹാ, ഇതാരാ വന്നിരിക്കുന്നത്? കുസുമോ? കമലു ഇല്ലാത്തപ്പോ വരണ്ടേ? കമലു, എനിക്ക് ഷോക്കടിച്ചു. നിങ്ങൾക്കിപ്പോ അടിച്ചത് ഷോക്കല്ല, ഞാനാ നിങ്ങളെ അടിച്ചത്. അതെ, അപ്പൊ ആർക്കാ ഷോക്കടിച്ചത്? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ എനിക്കാ ഷോക്കടിച്ചത്. മനസ്സിലായി? കോമഡിയും മിമിക്സും പിന്നെ ഞാനും